ക്രിസ്മസ് ധ്യാനം 10-ാം ദിവസം. രക്ഷകനെ ഉദരത്തിൽ വഹിച്ച മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഇപ്രകാരം ഉദ്ഘോഷിച്ചു: നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്ക 1:41 മുതൽ 45 വരെ. എലിസബത്തിൻ്റെ പ്രവചന ഗീതമെന്നാണ് ഈ തിരുവചന ഭാഗം അറിയപ്പെടുന്നത്. ദൈവനിവേശിതമായ ഒരു പ്രവചന ഗീതമാണിത്. കന്യക മറിയത്തെ കർത്താവിൻ്റെ അമ്മയെന്ന് ആദ്യം അഭിസംബോധന ചെയ്തത് എലിസബത്താണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കുകയും ചെയ്തു. മറിയവും ദൈവത്തെ സ്തുതിച്ചു പാടി. മറിയം പറഞ്ഞു: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനമനുസരിച്ച് തന്നെ. ലൂക്ക 1:46 മുതൽ 56 വരെ. രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് ദൈവസ്തുതിപ്പിലേക്ക് ഉയരുന്ന മനുഷ്യഹൃദയങ്ങളെയാണ് ഇവിടെ നാം കാണുന്നത്. ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുമ്പോഴാണ് മനുഷ്യഹൃദയങ്ങളിൽ യഥാർത്ഥമായ ആരാധനയും സ്തുതിയും നന്ദിയുമെല്ലാം ഉണരുന്നത്. രക്ഷയുടെ അനുഭവത്തിൽ നിന്നുളവാകുന്ന ആനന്ദവും വിനയവും ദൈവത്തോടുള്ള കൃതജ്ഞതയും നിറഞ്ഞു തുളുമ്പുന്ന ഈ സ്തോത്രഗീതം നമുക്കും ദൈവത്തെ നിരന്തരം സ്തുതിക്കാനുള്ള പ്രചോദനമരുളുന്നു. രക്ഷകൻ സ്വഹൃദയത്തിൽ ജനിച്ചാൽ നമ്മുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർക്കും യേശു അനുഭവമുണ്ടാകും. നമ്മോട് ബന്ധപ്പെടുന്നവരും പരിശുദ്ധാത്മാവിനാൽ നിറയും. ഹൃദയത്തിൽ യേശു ജനിച്ചാലേ മറിയത്തെപ്പോലെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള തിടുക്കവും ദൈവത്തെ സ്തുതിക്കാനുള്ള ആത്മീയ ഉണർവും ഉണ്ടാവുകയുള്ളൂ. യേശു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിച്ച് രക്ഷയുടെ ആനന്ദത്തിൻ്റെ ഒരു നവയുഗം നമ്മുടെ ഇടയിലും സംജാതമാകാൻ സർവശക്തൻ സഹായിച്ചനുഗ്രഹിക്കട്ടെ. ആമേൻ.